ഇറാനിൽ നിന്ന് സ്ത്രീകൾക്ക് നേരെ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അത്യധികം ആശങ്കാജനകവും വേദനിപ്പിക്കുന്നവയുമാണ്. പക്ഷേ ഒരു മതം തലയ്ക്ക് പിടിച്ചൊരു രാജ്യത്തിന്, ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് നേഷന് ഇതിലും കൂടുതലല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഹിജാബ് ധരിക്കാത്തതിന് അവിടെ ഒരു പെൺകുട്ടിയെ പച്ചയ്ക്ക് കൊളുത്തിയ നാടാണ് ഇറാൻ എന്ന് പറയുന്നത്. അതിനുശേഷം അവിടെ സ്ത്രീകളുടെ വലിയ ഹിജാബൂരി കത്തിക്കൽ പ്രതിഷേധം നടന്ന വിവരമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം ഹിജാബിൻ്റെ പേരിൽ അവിടെ ഒരു പുതിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഹിജാബ് ധരിക്കാതെ അവിടെ ഒരു ഗായിക പാട്ടുപാടി എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കലാകാരി പരസ്തു അഹമ്മദി എന്നാണ് ഇവരുടെ പേര്. ഇവർക്ക് ഇറാൻ കൊടുത്ത ശിക്ഷയാണ് ഏറ്റവും കഠിനം എന്ന് പറയുന്നത്. എന്തായാലും ഇറാനിയൻ ഗായിക പരസ്തു അഹമ്മദി ഈ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവരുടെ ഈ ഗാനം വലിയ രീതിയിൽ ഇറാൻ്റെ മത നേതൃത്വത്തെ, അതും ഹിജാബ് ഇടാതെ പാടിയതുകൊണ്ട് മത നേതൃത്വത്തെ പ്രകോപിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ പരസ്തു അഹമ്മദിക്കും ഇവരുടെ സംഘത്തിലെ മറ്റ് 8 അംഗങ്ങൾക്കും 74 ചാട്ടവാറടി വീതം ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാനിലെ ഖോം പ്രവിശ്യയിലെ ഒരു ക്രിമിനൽ കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത്. ശിക്ഷയ്ക്കൊപ്പം 9 വ്യക്തികളെയും 2 വർഷത്തേക്ക് രാജ്യം വിടുന്നതിനും ഏതെങ്കിലും കലാസൃഷ്ടികളിൽ ഏർപ്പെടുന്നതിനും വിലക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. 2024 ഡിസംബറിലാണ് ഈ കേസ് ആരംഭിക്കുന്നത്. പരസ്തു അഹമ്മദി തൻ്റെ യൂട്യൂബ് ചാനലിലാണ് ഒരു പാട്ട് സ്ട്രീം ചെയ്യുന്നത്. ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ കൺസേർട്ട് കണ്ടു. പ്രകടനത്തിനിടെ പരസ്തു ഹിജാബ് ധരിക്കാതെ പ്രത്യക്ഷപ്പെടുകയും ഫ്രം ദി ബ്ലഡ് ഓഫ് ദി യൂത്ത് ഓഫ് ദി ഹോം ലാൻഡ് പോലുള്ള ദേശഭക്തി ഗാനങ്ങൾ ഉൾപ്പെടെ നിരവധി ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു. തത്സമയ പ്രേക്ഷകരില്ലാതെയാണ് കച്ചേരി നടന്നത്. സ്ത്രീകൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾക്കെതിരായ ഒരു സൃഷ്ടിപരമായ പ്രതിഷേധമായിട്ടാണ് ഇതിനെ ആ സമയത്ത് വിശേഷിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.